ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഗോവിന്ദിന് മനസ്സിലിങ്ങനെ തോന്നുകയാണ് കേട്ടോ. ഗീത അവിടെ വന്നിട്ട്, എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ, എന്നാ വാ ബൈസ്റ്റാൻഡർ റൂം നമുക്കൊരു വൃന്ദാവനമാക്കാന്നൊക്കെ അങ്ങനെ പറയണത്. അപ്പോൾ ഗോവിന്ദ് അത് ശരിയാണല്ലോ, ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ നല്ലത് ഗീതുവിനോടൊപ്പം അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ പൂട്ടിയിട്ട് പാട്ടൊക്കെ പാടി പോകുന്ന സമയത്ത് രാധികയും വരുണും അവിടെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. നീ എങ്ങോട്ട് പോവാ കണ്ണാ? എനിക്ക് നല്ല സുഖമില്ല, ആരോടെങ്കിലും കുറച്ച് നേരം സംസാരിച്ചാൽ ഒരു റിലീഫ് കിട്ടുമെന്ന് പറയണേ. എങ്കിൽ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട്, വാ നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം ഏട്ടാ. അത് വേണ്ട, ഞാൻ മഹേഷിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഉപദേശിക്കാമെന്ന് കരുതരുത്, എൻ്റെ ഈ മദ്യപാനം നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറയണേ. അതിനിടയ്ക്ക് വരുണ് പറയുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയാലും ഇങ്ങോട്ട് വരുന്നത് അത് അപകടമാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ ജീവനെക്കുറിച്ച് എനിക്കൊരു ഭയവുമില്ല, എങ്കിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്, നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്നൊക്കെ പറയാൻ കേട്ടോ രാധിക. നീ വെറും ഒരു കോൺട്രാക്ടർ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ മോനെ? അവൾ വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യും, നിനക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ രാധിക. എന്നിട്ട് പറയുന്നുണ്ട്, നീ തനിച്ച് പോകണ്ട, ഷിബുവിനെ കൂടി വിളിക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണ് കേട്ടോ. തുടർന്ന് ഭദ്രൻ വെള്ളമടിക്കുകയാണ്. അപ്പോൾ പ്രിയയും വിലാസിനെയും ഒളിഞ്ഞു നിന്നിട്ട് പറയാണ്, അച്ഛൻ്റെ വയറിന് നല്ല കപ്പാസിറ്റി അമ്മേ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ വിലാസിനി പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ആ പൊടി കുറച്ചുകൂടി ഇട്ട് കലക്കാൻ, ഇങ്ങേർക്ക് കുറച്ച് ഓവറായിട്ട് എന്തും ചെയ്താലേ അയാൾക്ക് ഏൽക്കൂ, അത് കുഴപ്പമില്ലേ അമ്മേ, ഞാൻ ആ മുട്ടയിലും പണി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ പ്രിയ. രണ്ടും കൂടി ആയി വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കും അമ്മ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് വിലാസിനിയെ ഭദ്രൻ്റെ അടുത്തേക്ക് അയക്കുകയാണേ. ഭയങ്കര ക്ഷീണം, ഒന്ന് കുളിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്ന് പറയുമ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ. ഈ പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങളൊരു ഹൃതിക് റോഷനാണെന്ന്. ഈ കൊക്കിനെ ഈ കാക്ക ധാരാളം മതി എന്ന് പറഞ്ഞിട്ട് വിലാസിനി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ഭദ്രന് വയറിന് നല്ല പ്രശ്നം വരും കേട്ടോ. അയ്യോ വിലാസിനി, നീ ഒന്ന് ഇറങ്ങ് എന്ന് പറയുമ്പോൾ, ഞാൻ കുളിക്കുക ഭദ്രേട്ടാ, എന്നാൽ ഇതൊന്ന് തുറക്ക്, ഞാൻ സൈഡിലെങ്ങാണ്ട് ഇരുന്നോളാം എന്ന് പറയുമ്പോൾ, പറ്റില്ല ഭദ്രേട്ടൻ താഴത്തെ ബാത്റൂമിലേക്ക് പോയിക്കോ എന്ന് പറയാട്ടോ വിലാസിനി. അപ്പോൾ താഴേക്ക് വരുമ്പോഴേക്കും പ്രിയ ഓടിപ്പോയിട്ട് ബാത്റൂമിൽ കയറാണ് കേട്ടോ. അകത്താരാ എന്ന് ചോദിക്കുമ്പോൾ പുറത്താരാന്ന് ചോദിക്കാൻ കേട്ടോ പ്രിയ. ഞാൻ ഭദ്രനാ, അച്ഛന് വയറിന് നല്ല സുഖമില്ല മോളെ, ഒന്ന് പുറത്തിറങ്ങുമോ എന്ന് ചോദിക്കുകയാണേ. അയ്യോ അച്ഛൻ ഞാൻ കുളിക്കുകയാണല്ലോ, ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. വിനോദിന്റെ റൂമിൽ പോയിട്ട് ബാത്റൂം തുറക്കാൻ നോക്കുമ്പോഴേക്കും ബാത്റൂം തുറക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആരാ? അതിൻ്റെ ഉള്ളിൽ ആരുമില്ല അച്ഛാ, അത് പൂട്ടിയിരിക്കുകയാണെന്ന് പറയണേ. എന്നാ ചവിട്ടി തുറക്കടാ, ഇതൊന്ന് ചാവിയിട്ട് തുറന്ന് താടാ എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, അത് ലീക്ക് ഔട്ടായിട്ട് പ്രിയ അടച്ചിട്ടതാ, ലോക്ക് പൊളിച്ചാ പ്രിയ വഴക്ക് പറയുമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഭദ്രൻ കാല് പൊക്കിയിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ. വേണ്ട, കാല് പൊക്കിയാൽ ഇവിടെ വൃത്തികേടാവും, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഭദ്രൻ വീടിന് പുറത്തേക്ക് വരുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓൺ ആയിരിക്കും കേട്ടോ. അയ്യോ ഇതൊക്കെ ആരാണ് വെളിച്ചം തെളിച്ച് വെച്ചിരിക്കുന്നത്, ഈ വെളിച്ചത്തെ എങ്ങനെ സാധിക്കാനാ, ഇനി റോഡ് തന്നെ ശരണം എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. ആ സമയം വിനോദ് പറയുന്നുണ്ട്, അച്ഛൻ ഇതെന്തു പറ്റി, അച്ഛന് പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്, അതെന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിനോദ് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് റോഡിൽ നിന്ന് ഭദ്രൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ വൃത്തിയേടാക്കെന്നൊക്കെ പറഞ്ഞിട്ട് അടി കിട്ടുന്ന സൗണ്ടാണേ കേൾക്കുന്നത്. അയ്യോ അത് അച്ഛനാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിനോദ് പോയി പിടിച്ചോണ്ട് വരികയാണേ. അങ്ങനെ ഭദ്രനെ വിനോദ് കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് മോനെ അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു ബാത്റൂം കൂടി വേണം എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അച്ഛൻ ടോയ്ലറ്റ് പോണോ? അയ്യോ വേണ്ടായേ, ആദ്യത്തെ 2 തൊഴിക്ക് തന്നെ സംഗതി ബ്ലോക്കായി, ഇനി അതേ കുറച്ചൊന്നും പറയല്ലേ എന്ന് പറയണേ. അപ്പോൾ വിലാസിനി കുളിച്ചിറങ്ങി വരികയാണേ. നിങ്ങൾക്കിതെന്തു പറ്റി? ഞാൻ റോഡിൽ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയപ്പോൾ ഒരു ലോറി വന്ന് തട്ടിയതാന്ന് പറയണേ. അയ്യോ ഇത്രേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിലാസിനി. എന്താ കുറഞ്ഞു പോയോ? അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേക്കും വണ്ടിക്കാർ അച്ഛനെ തട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. ഞാനിപ്പോൾ ഒരു വില്ലൻ കോമാളിയായതിൻ്റെ ടെൻഷനിലാണ്. ഇനി ഒരു വില്ലന്മാരും റോഡിൽ കാറ്റ് കൊള്ളാനിരിക്കരുത്, എല്ലാ വില്ലന്മാർക്കും ഉള്ള ഒരു പാഠമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണേ ഭദ്രൻ. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഗോവിന്ദ് എത്തുകയാണ്. അപ്പോൾ കഥകിൽ വന്ന് മുട്ടുമ്പോൾ ഗീതു തുറന്നു കൊടുക്കുകയാണ്. ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ ഈ സമയത്ത്? അതെ ഞാൻ ഇന്നിവിടെ നിന്നോളാം. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, ഗീതുവിനെ കാണാതെ ഉറക്കം വരുന്നില്ലല്ലേ? ഇതൊന്നല്ല, ഒരു ഭീഷണിയാണ് പ്രശ്നം. ഭീഷണിയോ? അതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഗീതുവിന് ഓർമ്മയില്ല ഏട്ടാ എന്നൊക്കെ പറയണേ. അല്ല ഗോവിന്ദേട്ടൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ പായ വിരിച്ചിട്ട് ഇവിടെ സുഖമായിട്ട് കിടന്നോളാന്ന് പറയണേ.
മനസ്സിലായി ഗീതു, നീ മാറ്റിക്കോ, ഞാനിവിടെ കിടന്നോളാം, നീ ഗോവിന്ദേട്ടൻ്റെ കൂടെ ചെല്ല്. ഏട്ടനെ ഭാര്യയെ കാണാതെ ഉറക്കം വരില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.